നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ ബിജെപിയിലേക്കുള്ള കുത്തൊഴുക്ക് കൂടുന്നു. ആൾബലവും അംഗബലവും വർദ്ധിച്ച് ബിജെപി. കേരളത്തിലെ നമ്പർ 1 പാർട്ടിയാകാൻ തുടങ്ങിയിരിക്കുകയാണ് ബിജെപി. മധ്യ കേരളത്തിൽ നിന്നുള്ള ഒരു പ്രമുഖ കോൺഗ്രസ് ദേശീയ നേതാവ് ബിജെപിയിൽ എത്തിക്കഴിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ. ബിജെപിയുടെ കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുള്ളതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അദ്ദേഹത്തിന്റെ വരവോടുകൂടി പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ കോൺഗ്രസിന്റെ വേരുകൾ പിഴുതെറിയപ്പെടും. ജി രാമൻ നായരിൽ തുടങ്ങിയ പ്രമുഖ കോൺഗ്രസ് നേതാക്കളുടെ കുത്തൊഴുക്കിൽ ബിജെപിയോട് ചേർന്നത് ചില്ലറക്കാരല്ല. ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ, ടോം വടക്കൻ തുടങ്ങിയ വമ്പൻ മരങ്ങളാണ്. കേരള രാഷ്ട്രീയത്തിൽ ശക്തമായ അടിയൊഴുക്കുണ്ടാകുന്ന കാലം കൂടിയാണിത്. പ്രവചിക്കാനാകാത്ത ദൂരവ്യാപക ഫലങ്ങൾ ഉളവാക്കുന്നതാണ് പുതിയ രാഷ്ട്രീയ നീക്കങ്ങളെന്ന് വിലയിരുത്തപ്പെടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ പരമ്പരാഗതമായി കേരളത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾ അപ്പാടെ മാറ്റി എഴുതപ്പെടും. വോട്ടിംഗ് ശതമാന കണക്കിൽ പോലും കേരളത്തിൽ ബിജെപി ഏറ്റവും വലിയ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ കക്ഷിയായി ഉയർന്നു വരുമെന്നാണ് പുതിയ അണിയറ നീക്കങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അടുത്ത കാലത്തായി നടന്ന ചില സുപ്രധാന സംഭവ വികാസങ്ങൾ ഇതിന് ബലം പകരുന്നതാണ്. ശബരിമല വിഷയത്തിന്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കുന്നത് ബിജെപിക്ക് തന്നെയാകും. പ്രസ്തുത വിഷയത്തിൽ കോൺഗ്രസ് നോക്കുകുത്തിയായിരുന്നുവെന്ന വിലയിരുത്തൽ ജനങ്ങളുടെ ഇടയിൽ ശക്തമായി നിലനിൽക്കുന്നു എന്നത് വാസ്തവമാണ്. ഇതേ വിഷയത്തിൽ ഇടതുപക്ഷത്തിന്റെ അടിത്തറ തന്നെ ഇളകിയേക്കും. മധ്യ കേരളത്തിലെ ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്കിടയിൽ ഇടതു വലതു മുന്നണികളോട് കടുത്ത എതിർപ്പുണ്ട്. പള്ളി തർക്കത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാത്തതിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് കടുത്ത നീരസവുമുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ കോൺഗ്രസിനും ഏറെ രാഷ്ട്രീയ കടമ്പകൾ കടക്കേണ്ടി വരും. ഇത്തരം വിഭാഗങ്ങൾ ബിജെപിയോട് അടുക്കുന്നു എന്ന് രാഷ്ട്രീയ വൃത്തങ്ങളിൽ സംസാരമുണ്ട്. മാത്രമല്ല, കേന്ദ്രത്തിൽ മോദി അടുത്ത 5 വർഷം കൂടി തുടർന്നാൽ കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ രാജ്യാധികാരത്തിന്റെ പുറംപോക്കിലേക്ക് നീണ്ടനാൾ മാറി നിൽക്കേണ്ടി വരും. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതോടെ ഇടതുപക്ഷത്തു നിന്നും ഒഴുക്കുണ്ടാകും. അതിന് പറ്റിയ നല്ല പ്ലാറ്റ്ഫോമാണ് BDJS. കൂടാതെ NDA പക്ഷത്തുള്ള കേരള കോൺഗ്രസ് ശക്തി പ്രാപിക്കും. ഇപ്പോൾ തന്നെ PC ജോർജ് വിഭാഗത്തിന് ബിജെപിയുടെ അനുഭാവപൂർണമായ നിലപാടുകളാണുള്ളത്. അതായത്, പുറമേ കാണുന്ന വളർച്ചയുടെ ഇരട്ടിയിലേറെ ശക്തിയിലാണ് കേരളത്തിൽ ബിജെപി വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് തടയിടാൻ CPM-നും കോൺഗ്രസിനും നന്നായി വിയർപ്പൊഴുക്കേണ്ടി വരും. കേരളത്തിൽ ഇടത് വലത് മുന്നണികളുടെ അടിപതറി തുടങ്ങിയിരിക്കുന്നു. ബിജെപിയുടെ നിലപാടുകളിൽ വിശ്വാസമർപ്പിച്ചുള്ള നീക്കങ്ങൾക്ക് പിന്തുണയേറുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത് പ്രകടമാകും. കാലത്തോടൊപ്പം മാറ്റം ആഗ്രഹിക്കുന്ന വോട്ടർമാർ ഒന്നിരുത്തി ചിന്തിച്ചാൽ കേരളത്തിന്റെ തലയെഴുത്ത് പോലും മാറിപ്പോകും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.